ഹരിയോ. ഒരു പ്രധാന ഭാഗം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാഗവതത്തിലെ തന്നെ, അതായത് ഭാഗവതത്തിൽ 1-ാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിലാണ് വരുന്നത്. ഒരു 2 ശ്ലോകം. എന്താണെന്നറിയോ? അശ്വത്ഥാമാവ് പാഞ്ചാലി പുത്രന്മാരെയൊക്കെ വധിച്ച് ആ കഥാഭാഗങ്ങൾക്ക് ശേഷം ഭഗവാൻ ഈ അശ്വത്ഥാമാവിൻ്റെ നെറുകയിലുണ്ടായിരുന്ന രത്നം അർജുനനാൽ കുത്തിയെടുക്കുകയും അശ്വത്ഥമാവിനെ വിരൂപനാക്കി പറഞ്ഞയക്കുകയും ചെയ്ത് പിന്നീട് കുട്ടികളുടെ ശവസംസ്കാര ക്രിയകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പോകാൻ പുറപ്പെട്ടപ്പോഴാണ് അർജുനപുത്രനായിട്ടുള്ള അഭിമന്യു യുദ്ധത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പത്നി ഉത്തര ഗർഭിണിയായിരുന്നു. ആ ഗർഭമാണ് ആ വംശത്തെ നിലനിർത്താനുള്ള ഒരേ ഒരു സന്തതി. ആ ഗർഭസ്ഥ ശിശുവാണ്. അശ്വത്ഥാമാവ് വിചാരിച്ചു ആ കുഞ്ഞിനെ കൂടി കൊന്നാൽ. അപ്പം ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രത്തെ തൊടുത്തു വിടുകയാണ്. ആ തൊടുത്തു വിട്ട് കണ്ടപ്പോൾ ഉത്തര ദ്വാരകയിലേക്ക് പോവാൻ നിൽക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാനെ വിളിച്ചുകൊണ്ട്, എന്തായിരിക്കും ആ വിളി അല്ലേ? അതെ, പാഞ്ചാലി ആ ദുശാസനൻ വസ്ത്രം അഴിക്കുന്ന സമയത്തുള്ള വിളിയുണ്ടല്ലോ, അതുപോലത്തെ വിളി തന്നെയാണ് ഉത്തരയുടെ. ആർത്തിയായിക്കൊണ്ട്, സങ്കടം സഹിക്കാൻ വയ്യാതെ, ഞാൻ മരിച്ചാലും എൻ്റെ ഗർഭത്തിലുള്ള കുട്ടി വംശം നിലനിർത്തണം, തൻ്റെ പതിയുടെ വംശമാണ്, ആ പേര് നിലനിർത്തണം അല്ലെ? ആ മനസ്സ് എന്തായിരിക്കും എന്ന് ആലോചിച്ചു. അതൊരു സ്തുതി തന്നെയാണ്. അത് നമുക്കും കൂടിയുള്ള ഒരു പാഠമാണ്. ഗർഭസ്ഥ ശിശുക്കളെ ചൊല്ലി ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും. പ്രസവിക്കുന്നവരെ സ്വന്തക്കാർക്കും ഒരു വെറുതെ ഒരു പേടി ഒക്കെ നന്നായി വരണം എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അത് ഭഗവാനോടായാലോ? അപ്പം നമ്മളുടെ മക്കള് പ്രഗ്നൻസിയിൽ ഈ രണ്ടേ രണ്ട് ശ്ലോകമുള്ളൂ. ആ 2 ശ്ലോകം നിത്യേന ഒരു പ്രാവശ്യമെങ്കിലും ജപിക്കുകയാണെങ്കിൽ എൻ്റെ ഗർഭത്തിലുള്ള ശിശുവിനെ ഭഗവാനെ അങ്ങ് സംരക്ഷിക്കണേ എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. ആ അഭ്യർത്ഥന ഇതിലൂടെ എല്ലാവരിലേക്കും എത്തട്ടെ. അത് അവർക്കൊരു പാഠമാവട്ടെ. ഗർഭം ധരിച്ചിരിക്കുന്ന പെൺകുട്ടികൾ ഈ ശ്ലോകം നിത്യേന പാരായണം ചെയ്യട്ടെ. അത് ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ 1-ാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 2 ശ്ലോകങ്ങളാണ് ഇത് പറയുന്നത്. ഉത്തര ഉവാച, ഉത്തര പറയുന്ന ആകെ 2 ശ്ലോകമാണ്. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ഒന്നുകൂടെ പറയാം. ഉത്തരോവാച പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. അടുത്ത ശ്ലോകത്തില് അഭിദ്രവതി മാമീശ ശരസ്തപ്തായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. 2 ശ്ലോകം അതിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് എല്ലാവരിലേക്കും എത്തട്ടെ. അതൊരു ഒരു ശീലമായി തീരട്ടെ. ഗർഭിണികളൊക്കെ ജപിക്കേണ്ടതാണ്. അങ്ങനെ അനേക സ്തോത്രങ്ങൾ ഇതിലുണ്ട്. എല്ലാവരോടും ഹരിയോ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.